ഹായ്, എല്ലാവർക്കും enroute പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സെർബിയയിലാണ്. ആക്ച്വലി ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പള്ളികളൊന്നായ സെൻറ്റ് സ്ലാവ ചർച്ചിലാണുള്ളത്. ഇതൊരു ഓർത്തഡോക്സ് ചർച്ചാണ്. സോ ഇന്നത്തെ വീഡിയോ ഈ സെൻറ്റ് സ്ലാവ ചർച്ചിൻ്റെ ഡീറ്റെയിൽസാണ്. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇത് സെർബിയയിലെ ബെൽഗ്രേഡിൽ തന്നെയാണ് സിറ്റിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഓർത്തഡോക്സ് ചർച്ചാണ്. കൂടാതെ സെർബിയയിലെ ഓർത്തഡോക്സ് സഭയുടെ കത്തീഡ്രൽ ആയിട്ടും കൂടിയാണ് ഇത് അറിയപ്പെടുന്നത്. വിശുദ്ധ സെന്റ് സ്ലാവയുടെ നാമധേയത്തിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. 1935 ഇതിന് ശിലാസ്ഥാപനം നടത്തിയെങ്കിൽ കൂടി 1941 കൂടിയുള്ള യുഗോസ്ലാവിയ യുദ്ധത്തിൽ ഇതിന്റെ പണികളെല്ലാം നിർത്തിവെച്ചു. ഏകദേശം 10 അടി മാത്രമായിരുന്നു അന്ന് ഇതിന്റെ പണികൾ പൂർത്തിയാക്കിയിരുന്നത്. അതിനുശേഷം 1985 ഇതിന്റെ പണികൾ പുനരാരംഭിച്ചു. ആ സമയം ഇതിന്റെ കൺസ്ട്രക്ഷനിൽ, അതായത് ഇതിന്റെ പ്ലാനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഇത് ഈ പള്ളിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ അല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ താഴേക്കുടം, ഇതിന്റെ ഏറ്റവും ടോപ്പ് ഭാഗം, ഏതാണ്ട് 4000 ടണ്ണോളമുള്ള ഇതിന്റെ ഈ ടോപ്പ് ഭാഗം ഇത് പൂർണ്ണമായും ഭൂമിയിൽ വെച്ച് തന്നെ നിർമ്മിച്ച് അതിനുശേഷം ഇത് ഉയർത്തി വെക്കുകയാണ് ചെയ്തത്. ഇത് നമുക്ക് അവിടെ വായിക്കുമ്പോൾ നമുക്ക് വളരെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്. പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തുന്നത് ഇവിടുത്തെ ഈ കലാവിരുതുകളാണ്. ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം നമ്മൾ ഒറ്റ നോട്ടത്തിൽ വരച്ചിരിക്കുന്ന ആണെന്ന് തോന്നിയാൽ പോലും ഇതെല്ലാം ഗോൾഡിന്റെ ചെറിയ ചെറിയ ക്ലാഡിങ്സുകൾ, അതായത് ചെറിയ ചെറിയ കട്ടകൾ യൂസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ചിത്രങ്ങളാണ്. എത്രയോ വർഷത്തെ പരിശ്രമത്തിന് ഫലമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള ഇത്രയും ചിത്രപ്പണികൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. മനോഹരമായിട്ടാണ് ഇതിന്റെ പടങ്ങളെല്ലാം ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഫോട്ടോസ് എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സും എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഇപ്പോഴും അതിന്റെ പണികൾ പൂർത്തിയായിട്ടില്ല, അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആൾക്കാർക്ക് പൂർണ്ണമായും ഇതിലോട്ട് പ്രവേശനം കൊടുത്തിട്ടില്ല. 2019 റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ സമയത്താണ് ഇതിന് കൂടുതലായി ധനസഹായം റഷ്യയിൽ നിന്ന് കിട്ടുന്നത്. സോ ഇപ്പോൾ അതിൻ്റെ പണികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 2020 ആക്ച്വലി ഇതിൻ്റെ കൂദാശ കർമ്മം നിർവഹിക്കാൻ ഇരുന്നതാണെങ്കിൽ കൂടിയും കോവിഡിനെ തുടർന്ന് അത് മാറ്റിവെച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. സോ ഇത് സെർബിയയിൽ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പോയി കാണാൻ പറ്റുന്നതാണ്. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്ന് സന്ദർശിക്കുകയും അതുപോലെ ഇതിൻ്റെ അകത്തുള്ള ഈ ഇത്രയും കലാവിരുതുകൾ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം കാണുകയും ചെയ്യുന്നത് വളരെ അത്ഭുതകരമായിരിക്കും. അത് കൂടാതെ ഈ മൂന്ന് സൈഡിൽ നിന്നും ആൾക്കാരുമായിട്ട് കാണാവുന്ന രീതിയിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള ഗ്യാലറികൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷനുകളെല്ലാം തീർന്നു കഴിയുമ്പോൾ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യത്തുള്ളൂ. അങ്ങോട്ടുള്ള ലിഫ്റ്റും സൗകര്യവും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നുള്ള സന്ദർശകർ ഈ പള്ളി സന്ദർശിക്കാനായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് വളരെ സന്ദർശകർ കുറച്ച് കുറവാണെങ്കിൽ കൊണ്ടും ഇത് നോർമലി ഇത് സന്ദർശകരുടെ ഒരു മെയിൻ സ്ഥലമാണ്. കാരണം ഈ കൺസ്ട്രക്ഷനും ഇവിടുത്തെ കലാവിരുതുകളും കാണാൻ നിറയെ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട്. സോ സെർബിയയിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്കും ഈ പള്ളിയുടെ അകത്തുള്ള ചിത്രങ്ങളും എല്ലാം പോയി ഒന്ന് കാണാവുന്നതാണ്.